അതെ, നിങ്ങൾക്ക് ഈ ലോണൊക്കെ എടുക്കുമ്പോ ഒരു കാൽക്കുലേഷൻ വേണം. നിങ്ങൾക്ക് എന്റെ പരിപാടി എന്താ അറിയോ? ഞാൻ ഡെയിലി 1500 റുപ്യക്ക് പണം തൊട്ടാ കിടന്നുറങ്ങുള്ളൂ. ഞാൻ അതിൽ 500 റുപ്യ എന്റെ ഭക്ഷണത്തിന്, എന്റെ ഡ്രസ്സ്, കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഡെയിലി നീക്കി വെക്കും. 15,000 റുപ്യാണ് മാസം ഞാൻ നീക്കി വെക്കണത് എന്റെ ഭക്ഷണത്തിനും ഡ്രസ്സിനും വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1000 റുപ്യ ഉണ്ടല്ലോ, 100 റുപ്യ ടിവിക്ക്, 100 റുപ്യ എന്റെ വണ്ടിക്ക്, 100 റുപ്യ ഫ്രിഡ്ജിന്, അങ്ങനെ എല്ലാ 100 റുപ്യയും ഞാൻ ഓരോരോ സാധനങ്ങൾ മേടിക്കുകയാണ്. ലാവിഷായിട്ടുള്ള ജീവിതം. കുമാരന്റെ വാടക വീട്ടിലല്ലേ താമസിക്കണേ? അതിനെന്താണ്? അയ്യപ്പ എന്താ കുഴപ്പം? കുഴപ്പം നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചാ പോരെ. നമ്മളിപ്പോ ഒരു വീട് വെക്കോണ്ടാണ് ഇപ്പൊ ഈ ലോണൊക്കെ വന്നതേ. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സമാധാനം പോവും. അപ്പോ കുമാരന്റെ വാടക വീട്ടിലാണെങ്കിലും അപ്പൊ നിങ്ങൾ ഈ വീട് മരിച്ചു കഴിഞ്ഞാൽ ആർക്കാ കൊടുക്കുക? എന്റെ മോൾക്ക് കിട്ടും. കഴിഞ്ഞില്ലേ? ഞാൻ മരിച്ചു കഴിയുമ്പോ കുമാരൻ തന്നെ വീട് കൊണ്ടുപോകും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകള് വീട് കൊണ്ടുപോകും. ഒക്കെ കണക്കന്നെ. സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കി.